എടുത്തോന്നാ എന്തിന് 10 മോളിൽ കയറുന്നുണ്ട് 113 114 സ്ഥലം കാണുന്നില്ല വണ്ടി വെക്കാൻ സ്ഥലവും ഇല്ല. ഞാൻ പ്രാവശ്യം ഇതേപോലെ വെച്ചിട്ടാകുമ്പോൾ വരുമ്പോൾ ഹെൽമെറ്റ് ഇല്ല, ആരോ കട്ടുകൊണ്ട് പോയിനെ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, ഇന്ന് ഫാമിലി ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു മാരേജ് പോകാണ്ട്. മാരേജ് കഴിഞ്ഞിട്ടായിട്ട് മാംഗ്ലൂർ സിറ്റി സെൻറ്റർ, പിന്നെ അവിടെ കുറച്ച് ബീച്ച് കാര്യങ്ങളുണ്ട്, പണംപൂർ ബീച്ചല്ലോ. പിന്നെ ആ ബീച്ചിലേക്കെല്ലാം പോകാൻ വേണ്ടി നമുക്ക് ഇട്ടുള്ളത്. ലാസ്റ്റ് ടൈം ആ ഫ്രണ്ട്സിൻ്റെവരൊക്കെ അങ്ങ് വേറെ റൈഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ആ ഫാമിലീൻ്റെ കൂടെ റൈഡ് പോകാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ വൈഫ്, എൻ്റെ ഒരു അളിയനും അളിയൻ്റെ വൈഫായിട്ട് 2 വണ്ടിയായിട്ട് അങ്ങ് പോകുന്നുള്ള. ഹെൽമെറ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗോപ്രോ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഗോപ്രോ. പിന്നെ എൻ്റെ വണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ വാഷെല്ലാം ആക്കിയിട്ടായിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള. അപ്പോൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ ഇപ്പോൾ ഫുള്ള് വാഷാക്കി, ഫുള്ള് മണ്ണ് പിടിച്ചിട്ടുണ്ടായി വണ്ടിയല്ലോ. ഏകദേശം ക്ലിയർ ആക്കിയിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ള. ഇപ്പോൾ വൈഫെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി കിട്ടുള്ള. എടുത്തോന്നാ എന്തിന് എന്തിന് ചുറ്റാനോ? കൊറേ അല്ലേ കീയാത്തല പറയുന്നല്ലോ. കുറെ ഇപ്പോൾ ഇവിടെ ഒക്കെ പോവാത്ത. ഇപ്പോൾ 2 മാസം ശേഷം ഇപ്പോൾ ഒന്നിച്ചിപ്പോൾ മാംഗ്ലൂർ പോകാൻ വേണ്ടി പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ വേറെ റൈഡ് പോയിട്ടുണ്ട് ഇന്ന്, റാണിപ്പുറോ ആ സൈഡ്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ടാ. അപ്പോൾ ഇന്ന് ഫാമിലിൻ്റെ ഒക്കെ എവിടെയെങ്കിലും ഷോർട്ട് റൈഡ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ മാംഗ്ലൂർ പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം, അടുത്ത കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ ഇങ്ങനെ കാണിച്ചു തരുക. ഫംഗ്ഷനിൽ മാസ്കോകളുടെ കുഞ്ചത്തിലുള്ള മാസ്കോകളുടെ ഫംഗ്ഷനാണ്. ഇപ്പോൾ കുറേ ലേറ്റായി പാടിയത്. ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഫുഡെല്ലാം ആക്കിയിട്ട് അപ്പോൾ പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. വീട്ടിൽ ഫുഡെല്ലാം കാര്യമായ ഫുഡെല്ലാം വാങ്ങണ്ടായി, തിന്നിട്ട് വേറും ഫുള്ളായി. ഇപ്പോൾ ഞങ്ങൾ വൈഫിനെ വൈറ്റ് ആക്കുന്നുള്ളൂ, ഒരു ഫുഡാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പോയിട്ടുള്ള. അപ്പോൾ ഞാനും അളിയനും ഇപ്പോൾ പുറത്ത് വന്നിട്ട് റെഡി ആയിട്ടുള്ള. അളിയൻ്റെ ഓർ വന്നിട്ടുണ്ട്. ഇപ്പോൾ അളിയനും വൈഫും അളിയൻ്റെ വൈഫും എൻ്റെ വൈഫെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ നാളെ ഇന്ന് പോകേണ്ട മാംഗ്ലൂരിലേക്ക്. ഇന്നത്തെ ഫുഡ് കാര്യമായ ഫുഡ് അല്ല, നല്ല പാങ്ങൽ വേവിച്ചു വാങ്ങും. പക്ഷെ അത് അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കാതെ കഴിഞ്ഞിട്ട് അതിന് കുറേ ആൾക്കാരുണ്ടായിന്. അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ കടന്ന് പെട്ടെന്ന് ഫുഡാക്കി മറ്റേ നേരെ കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ നേരെ പോകുന്നുള്ളത് മാംഗ്ലൂർ CC മോളിലേക്ക് ഇല്ലെങ്കിൽ ബീച്ചിൽ പോയിട്ട് പ്ലാൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരുന്നതാ. അപ്പോൾ അവരോട് ചോദിക്കാം എന്ത് കഥ, എവിടെ പോകുന്നത്, എന്ത് കഥ അറിയാലോ. ഇപ്പോൾ बीच में गरम रंगा അപ്പോൾ അവരോട് ചോദിച്ചിട്ട് വഴി പറഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകാം. നിങ്ങൾക്ക് ഭയങ്കര വെയിലുണ്ടോ ഇപ്പോൾ ബീച്ചിലെല്ലാം പോയെങ്കിൽ, പക്ഷെ നടക്കില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരെ ഇപ്പോൾ CCയിലെ ഫോറം മുകളിൽ പോകാൻ പ്ലാൻ ആക്കിയിട്ടില്ല. ഇപ്പോൾ നോക്കാം വണ്ടി ടോപ്പൻ്റെ ബെൽറ്റിനകത്ത് നോക്കിയിട്ട് ഞാൻ കുറേ ഇപ്പോൾ പായിപ്പിക്കാത്ത. ഞങ്ങൾക്ക് എൻ്റെ വൈഫ് എടുത്തിട്ട് ബാക്കിൽ പായിപ്പിക്കാനില്ല, ഭയങ്കര പേടിയാണ്. നമ്മൾ ചങ്ങന്മാരെ പോലെ അല്ല, ഈ പെണ്ണുങ്ങളെ എടുത്തിട്ട് പായിപ്പിക്കുമ്പോഴല്ല ഭയങ്കര വൈബ്രേറ്റാന്ന് പറഞ്ഞ് ഭയങ്കര പേടിക്കുന്നത്. നോക്കിയിട്ട് എത്ര പായി നോക്കിയിട്ട് ഏകദേശം ഇപ്പോൾ 110 മോളിൽ കയറുന്നുണ്ട്. 113 114 ഇപ്പോൾ കുറച്ച് ട്രാഫിക് വന്നിട്ട് ഇപ്പോൾ വണ്ടി കുറച്ച് സ്ലോ ആയിക്കാൻ. അപ്പോൾ ഞങ്ങൾ മാംഗ്ലൂർ സ്റ്റേറ്റ് ബാങ്കിലേക്ക് എത്തി. ഇപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ കളി നടന്നുകൊണ്ട് ഇപ്പോൾ വലിയ ട്രാഫിക് ഒന്നുമില്ല ഇന്ന്. ഏകദേശം ട്രാഫിക് കുറവന്നെ ഉള്ളത്. ഇപ്പോൾ മോളിൽ ആളുണ്ടാകുന്ന എന്ത് കഥ അറിയാലോ ഉള്ളിൽ. അവിടെ പോയിട്ടായിട്ട് നോക്കാം. ഇപ്പോൾ ഞങ്ങൾ ഫോറം മോളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിപ്പോൾ. ഇപ്പോൾ ഫൈനലി നമ്മൾ ഫോറം മോളിൻ്റെ മുമ്പിൽ എത്തിപ്പോൾ. ഇപ്പോൾ പാർക്കിംഗ് ഏരിയ പോയിട്ട് വണ്ടി വെച്ചിട്ടായിട്ട് ഇപ്പോൾ മുമ്പിൽ ഇടുന്ന ടിക്കറ്റ് എടുത്തോണ്ട് അതിന് ഇടാം. ഇപ്പോൾ ടിക്കറ്റിന് ആൾക്കാരൊന്നും കാണുന്നില്ല. ഇപ്പോൾ നോക്കട്ടെ അതിൻ്റെ അടിയിൽ പോയിട്ടായിട്ട് ചിലപ്പോൾ ആടിന് ടിക്കറ്റ് എടുക്കുന്ന എന്ത് കഥ അറിയാലോ. ഇല്ല ഏകദേശം ഇടുന്ന മറ്റേ മോളിൽ തന്നെ എടുക്കില്ല ടിക്കറ്റ്. പക്ഷേ അവിടെ ചെറുങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ട്, എന്ത് കഥ അറിയാലോ. ചിലപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഈടായിട്ടുണ്ടാവും തോന്നുന്നു എനിക്കിപ്പോൾ. വിചാരിച്ച പോലെ തന്നെ നടന്നിടുക പിന്നെ ടിക്കറ്റ് എടുക്കല്. ടിക്കറ്റിന് എത്ര 10 രൂപ ഉണ്ടായാലും സാധാരണ. ടിക്കറ്റ് റേറ്റ് കൂട്ടിനറിയാല. ഇപ്പം ഞാൻ എൻ്റെ വണ്ടി വഴി എൻ്റെ വണ്ടി 2 വണ്ടി ഉണ്ട്. 2 വണ്ടി ആകുമ്പോൾ 20 ഉറപ്പാവും തോന്നിപ്പോൾ. നോക്കട്ടെ ടിക്കറ്റിൽ എത്ര എമൗണ്ട് ഉണ്ടാകുന്നു. 10 രൂപ ഒരു വണ്ടിക്ക് തന്നെ. ഇപ്പോൾ 2 ടിക്കറ്റ് എടുത്തിരുന്നത്.
कौन सा और बड़ा कैसे दुकान होटल അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റിന് ഒരു വണ്ടിക്ക് 10 റുപ്യ വെച്ചിട്ട് 2 വണ്ടി ടിക്കറ്റ് എടുത്ത് പോയിട്ട് ഉറപ്പാണ്. ഇപ്പോൾ നിങ്ങൾ പാർക്കിംഗ് ഏരിയക്ക് പോകുന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ വണ്ടി വെക്കാൻ സ്ഥലം ഉണ്ടെന്ന് അറിയാല. അപ്പോൾ ഇവിടെ കാണും ഫുള്ളായിട്ട് പാർക്കിംഗ് ഫുള്ള് കാണുന്നുണ്ട്. ഇവിടെ നോക്കാം ഇടയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറിപ്പോൾ നോക്കാം അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പാർക്കിംഗ് ഉണ്ടാകുന്നു. അങ്ങനെ വണ്ടികൾ ഫുള്ള് കാണുന്നുണ്ട്, ഒരു ഗ്യാപ്പും കാണുന്നില്ല. അപ്പുറം ഇല്ല ഇപ്പുറം ഇല്ല. നമുക്ക് അളിയുടെ ബാക്കിൽ തന്നെ പോവാം. ചിലപ്പോൾ അളിയുടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ കയറ്റി വെക്കാം. നോക്കട്ടെ വണ്ടി ഫുള്ള് നോക്കിയിട്ട് നോക്കിയാൽ സൺഡേ അല്ല, സൺഡേ ആകുമ്പോൾ നല്ല ആൾക്കാരുണ്ടാകുന്ന. സ്ഥലവും കാണുന്നില്ല, വണ്ടി വെക്കാൻ സ്ഥലവും ഇല്ല. അളിയന് സ്ഥലവും കിട്ടിയപ്പോൾ അല്ല അവനക്ക് സ്ഥലം കിട്ടിയപ്പോൾ അങ്കും കിട്ടി സ്ഥലം കിട്ടി. വണ്ടിയുടെ വെച്ചതാ, വണ്ടി ഫൈനലി പാർക്കാക്കിയിട്ട് ഹെൽമെറ്റും നോക്കണം. ഹെൽമെറ്റ് വെച്ച് പോകാൻ പേടിയാണ്. ലാസ്റ്റ് ടൈം ഹെൽമെറ്റ് വെച്ചിട്ട് എൻ്റെ ഹെൽമെറ്റ് ആരും കട്ടോണ്ട് പോയി നെക്സറിൻ്റെ. രണ്ട് കയ്യിൽ 2 ഹെൽമെറ്റ്, എൻ്റെ ഹെൽമെറ്റ് എൻ്റെ ഓളെ ഹെൽമെറ്റും ഉണ്ട്. അപ്പോൾ ഓൾ എന്തായെങ്കിലും ഹെൽമെറ്റ് പിടിച്ച് നടക്കല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വണ്ടി തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ നോക്കാം കഴിഞ്ഞ പോലെ ലോക്കാക്കിയിട്ട് വെച്ചിട്ട് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വെച്ചിട്ടാകുമ്പോൾ വരുമ്പോൾ ഹെൽമെറ്റ് ഇല്ല, ആരോ കട്ടുകൊണ്ട് പോയിനെ. അപ്പോൾ എൻ്റെ ഹെൽമെറ്റ് ഇപ്പോൾ ഞാൻ കയ്യിൽ തന്നെ പിടിച്ചിട്ട് നടക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ വണ്ടി ഇപ്പോൾ പാർക്കാക്കിയിട്ടുള്ള പാർക്കിംഗ് ഏരിയയിൽ. അപ്പോൾ ഇവിടുത്തെ നേരെ അങ്ങ് പോകുന്നുള്ള മോളിൻ്റെ ഉള്ളിൽ. I live inside my own world of make-believe. Kids screaming in the cradles, profanities. I see the world through ice covered in ink and bleach. Cross out the ones who heard my cries and watched me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. Take my eyes open to force reality. Why can't you just let me? ഞങ്ങൾ വണ്ടിയുടെ പാർക്കാക്കിയിട്ട് ഇപ്പോൾ ഉള്ളിൽ കയറുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, കാണിത്തരാം. റൂമായി നോക്കിയാൽ സൈക്കിളിൽ പോകുന്ന കണ്ടോ, ആ റോപ്പിൽ പോകുന്ന സൈക്കിളിൽ. ഇതിന് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടോ. ബീച്ചിലല്ലോ അളിയാ എന്താക്കുന്ന അളിയാ? എവിടെ പോകുന്നത്? മൈസൂരിലേക്കാ ചാച്ചി? ബീച്ചിലേക്കാ? മൽപ്പെ ബീച്ചാ? ഏത് പടംപേർ ബീച്ചാ? ചാച്ചി ടാറ്റാക്കിറ് ചാച്ചി, നമ്മളാ ചാച്ചി നീടെ കാക്കച്ചി പോലെ പാറുന്നു ഇപ്പോൾ മീത്തേക്ക്. അപ്പോൾ ഞങ്ങൾ മലപ്പുറം അല്ല മൽപ്പെ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ അടുത്തിട്ട് ബീച്ച് സൈഡ് പോകുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ ബീച്ചിലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കാണിച്ചറിയില്ല എന്തെല്ലാം ഉണ്ട് എന്നാവാ. സൈക്കിൾ ഒരാൾ വന്നുകൊണ്ട് നോക്കിയാൽ നേരെ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ലൊക്കേഷൻ തെറ്റി നോക്കിയതാ ഗൈസ്. ഫൈനലി ഇതാ ബീച്ചിൻ്റെ സൈഡ് വന്നിട്ടുണ്ടാക്കിയ. അപ്പോൾ ഇന്ന് കുറേ പബ്ലിക് ഉണ്ട് അവിടെ ഫുള്ള്. അപ്പോൾ ലാസ്റ്റ് ടൈം വന്നിട്ടാകുമ്പില്ല. അപ്പോൾ ബീച്ചിൽ ആരും കീയാൻ കൊടുത്തോണ്ടായിട്ടാ. ഇപ്പോൾ എല്ലാവരും വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. Take my eyes open to force reality. Why can't you just let me eat my way